എല്ലാവർക്കും ടെക്ലൈ മൾട്ടിലൈഫ് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാവ അഗ്നി 3 കുറിച്ചാണ്. ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ഇന്നലെയാണ് ലോഞ്ച് ആയത്. ഒക്ടോബർ 4-നാണ് ഈ ഫോൺ ലോഞ്ച് ആയത്. ഇതൊരു അടിപൊളി ഫോണാണ്. എന്ന് പറഞ്ഞാൽ വളരെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഒരു ഹെഡ് ടേണിംഗ് ഫോണാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പ്രൈസ് റേഞ്ചിൽ ഒരു കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ ബേസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ബാക്ക് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഷവമിയുടെ Mi 11 അൾട്ര പോലെ ഇരിക്കും. അവിടെ ഒരു നമ്മുടെ ക്യാമറയുടെ സൈഡിലായിട്ടൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഷവമി Mi 11 അൾട്ര പോലത്തെ ഒക്കെ അത് അടിപൊളിയാണ് കാണാനൊക്കെ. 8.8 mm ആണ് തിക്നെസ് വരുന്നത്. 212 ഗ്രാമാണ് വെയിറ്റ്. ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്, കാരണം മാറ്റ് ഗ്ലാസ് ബാക്കാണ് പുറകിൽ വരുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിം വരുന്നുണ്ട്. IP64 റേറ്റിംഗും വരുന്നുണ്ട്. പിന്നെ ഞാൻ പുറകിലൊരു 1.74 ഇഞ്ചിൻ്റെ ഒരു ആമലഡ് സ്ക്രീൻ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ടൈം കാണാൻ പറ്റും, ചാർജിങ് ആനിമേഷൻ വരുന്നുണ്ട്, കോളുകൾ എടുക്കാൻ പറ്റും, നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും, മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റും ബാക്കിൽ. പിന്നെ ക്യാമറയും നമുക്ക് ആ ഡിസ്പ്ലേ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ പവർ ബട്ടൻ്റെ താഴെയായിട്ട് നമുക്കൊരു ആക്ഷൻ ബട്ടൺ ഉണ്ട്, അത് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ അത് നമ്മൾ ക്യാമറ ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഷട്ടർ ബട്ടണായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. സോ അങ്ങനെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സും നമുക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട്, ഡിസൈൻ വൈസൊക്കെ. സോ അടിപൊളിയാണ് കാണാനൊക്കെ, പിന്നെ ഡ്യൂറബിളും ആണ്. നെക്സ്റ്റ് ഡിസ്പ്ലേ ആയി നമ്മൾ നോക്കുവാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഒരു കർവ്ഡ് 1.5K 120 ഹെർട്സ് 10-ബിറ്റ് AMOLED പാനലാണ് വരുന്നത്. 1200 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. ഡ്രാഗൺ ട്രെയിൽ സ്റ്റാർ ടു പ്രൊട്ടക്ഷൻ ഉണ്ട്. HDR10+ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് സപ്പോർട്ട് അല്ല, പക്ഷേ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഹെഡ്ഫോണിൻ്റെയും കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. ടോപ്പ് നോച്ച് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ അടിപൊളി തന്നെയാണ്, കാരണം മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ല തന്നെയായിരിക്കും. പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ MediaTek Dimensity 7300X ആണ് നമുക്കിവിടെ വരുന്നത്. 4nm പ്രോസറാണ്. 7300 എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ 7300X എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്ലിപ്പ് ഫോണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പ്രോസറാണ് ശരിക്കും പറഞ്ഞാൽ. MediaTek ഇറക്കി, അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. വലിയ ഡിഫറൻസ് ഇല്ല. പിന്നെ നമുക്കിവിടെ വരുമ്പോൾ LPDDR5 RAM, UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. സോ അതൊരു പുതിയ കാര്യമാണ് ഇവിടെ വരുമ്പോൾ. ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ LPDDR5 RAM UFS 3.1 സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ വേപ്പർ ചേമ്പർ കൂളിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഗെയിമിങ്ങിന് ഇച്ചിരി കൂടി നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടും. ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ആൻറ്റിറ്റി സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ 6,89,465 ആണ് വരുന്നത്. CPU 2,02,709 GPU 1,51,849 ആണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തും അധികം ത്രോട്ടിലൊന്നും ആവാത്ത ഒരു പ്രോസർ തന്നെയാണ്. OSൻ്റെ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ക്ലീൻ UI ആണ്. ഒരു ബ്ലോട്ട്വെയർ പോലും ഇല്ല, ഒരു ബ്ലോട്ട്വെയറോ അല്ല, ഒരു ആഡ് ഒന്നുമില്ല. ക്ലീൻ Android 14 UI ആണ് വരുന്നത്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമ്മളിന്ന് ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു യൂണീക്ക് സെറ്റപ്പാണ് നമുക്ക് വരുന്നത്. ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ വേറൊരു ഫോണും ഇങ്ങനെ ഒരു സെറ്റപ്പ് കൊടുക്കാനുള്ള ഈ പ്രൈസ് റേഞ്ചിൽ. സോ പ്രൈമറി നമുക്കൊരു 50 MP f1.8 ആപ്പച്ചർ വരുന്ന സോണിയുടെ സെൻസറാണ്. സോണിയുടെ സെൻസർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഏതാ സെൻസർ എന്ന് അവർ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സോണി IMX890, കാരണം സെൻസറിന്റെ സൈസ് അവർ പറഞ്ഞിട്ടുണ്ട് 1/1.55. ഈ രണ്ട് സെൻസറാണ് ഈ സെൻസർ സൈസ് വരുന്നത്. IMX890 അല്ലെങ്കിൽ സോണി IMX766, ഈ രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും. പിന്നെ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30fps ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ യൂണീക്ക് ആയിട്ട് 8 MP 3x ടെലിഫോട്ടോ വരുന്നുണ്ട്. 1080p 30fps. 8 MP അൾട്രാ വൈഡ് ട്രിപ്പിൾ ക്യാമറ വരുന്നുണ്ട്. 1080p 30fps. സെൽഫി ആയിട്ട് നമുക്ക് 16 MP ഒരു f2.0 സെൽഫി ക്യാമറ വരുന്നുണ്ട്. 1080p 30fps. സോ ക്യാമറ സ്പെക്കൊക്കെ അടിപൊളിയാണ്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് ആണ് ഇപ്പോൾ, കാരണം ഫോൺ ഇറങ്ങിയുള്ളൂ. ഇനി അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോഴായിരിക്കും ഇച്ചിരി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. കാരണം ഇപ്പോൾ കളർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ 3 ക്യാമറയിൽ ഉപയോഗിക്കുമ്പോൾ പല കളറാണ്. മീൻസ് ഇപ്പോൾ പ്രൈമറി ഉള്ള സെയിം കളർ സയൻസ് ആയിരിക്കില്ല ടെലിഫോട്ടോയിൽ അൾട്രാ വരുന്നത്. അങ്ങനെ ഒരു ചെറിയ ഷിഫ്റ്റ് ഉണ്ട്. പിന്നെ അത്രയ്ക്ക് ഷാർപ്പല്ല, ഇച്ചിരി സോഫ്റ്റ് ആണ്. പിന്നെ HDR പെർഫോമൻസ് ഇപ്പോൾ അത്രയും ബെറ്റർ ഒന്നും അല്ല, അതൊരു HDR പെർഫോമൻസ് അത്രയ്ക്കില്ല, ആവറേജ് ആണ്. പിന്നെ പച്ച കളറൊക്കെ ഇച്ചിരി ബൂസ്റ്ററാണ്. ഈ ഇലകളോ എല്ലാം കണ്ടോ വളരെ ബൂസ്റ്ററാണ് കളേഴ്സ്, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. വീഡിയോ ആണെങ്കിൽ അത്ര സ്റ്റേബിൾ അല്ല. സോ ഫോൺ ഇറങ്ങിയിട്ടേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടി ഇമ്പ്രൂവ് ആകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടിയിട്ട്. ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ബാറ്ററിയാണ്. ബാറ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ്. 66 വാട്ട് ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും. 0 to 50% ഒരു 19 മിനിറ്റ് ഉണ്ടാവും. സോ നല്ല ബാറ്ററി കപ്പാസിറ്റിയും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കണക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 14 5G ബാൻഡ് വരുന്നുണ്ട്. Wi-Fi 6E ആണ്. ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്. USB Type-C 2.0 വരുന്നുണ്ട്. നാവിക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ കണക്ടിവിറ്റി ഫീച്ചേഴ്സും അടിപൊളി തന്നെയാണ് വരുന്നത്. പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വേരിയൻ്റ് ആണ്. 8GB 128, 8GB 256. 8GB 128 21,000 രൂപയും 8GB 256 25,000 രൂപയാണ് പ്രൈസ് വരുന്നത്.
ആ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു യൂണീക്ക് ഫോണാണ്. കുറേ ഈ പ്രൈസ് റേഞ്ചിൽ ഇല്ലാത്ത കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഒരു ഹെഡ് ടേണിംഗ് ഫോണാണ്, പെട്ടെന്ന് ആളുകൾ നോക്കുന്ന ഒരു ഫോണായിരിക്കും. പുറകിലായിട്ട് ആ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഒരു പട്ടിയുടെ പടമൊക്കെ വരുന്നുണ്ട്, ഒരു എന്താ പറയുക ഇമോജി പോലെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അടിപൊളിയാണ് കാണാനൊക്കെ ആയിട്ട്. ഹെഡ് ടേണിംഗ് ഫോണാണ്. പിന്നെ അത് നല്ല ഡിസ്പ്ലേ ആണ് വരുന്നത്, നല്ല മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഉണ്ട്, പെർഫോമൻസ് അത്യാവശ്യമുണ്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്, ക്യാമറ ഇച്ചിരി ഇമ്പ്രൂവ് ആവാനുണ്ട്, എന്നാലും ക്യാമറ സ്പെക്ക് നമുക്ക് അവിടെ ഉണ്ട്. സോ ഇനി അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടി ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ബാറ്ററി കപ്പാസിറ്റി നല്ലതാണ്, കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നല്ലതാണ്. സോ ലാവ ഇങ്ങനത്തെ ഒരു ഫോൺ ഇറക്കി നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഡോമിനേറ്റ് ചെയ്യുന്ന 1-2 ഫോണുകളുണ്ട്, മോട്ടോ ജി ഫ്യൂഷൻ, പിന്നെ ഐക്യു Z9S. അതിനൊക്കെ ഒരു നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും ഈ സ്മാർട്ട് ഫോൺ. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ അതിൻ്റെ വെയിറ്റ് ചെയ്യുന്നതൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ, ഫീച്ചർ വീഡിയോ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.